യെസ്, ഞങ്ങളുടെ ഈ യാത്ര തിരുപ്പതിയിലേക്കാണ്. മുട്ടയടിക്കാനുള്ള ആളുടെ ഇരിപ്പ് കണ്ടില്ലേ? രാത്രി 1 മണിയായിട്ടും ഉറങ്ങാതെ ഞങ്ങളുടെ ഉറക്കം കളഞ്ഞ് കാഴ്ചകൾ കണ്ടിരിക്കുക. ഇതാണ് ഞങ്ങളുടെ ശ്രേയമുട്ട. എൻ്റെ എല്ലാ പ്ലാനും തകർന്നു പോയിട്ടാ. കാരണം മുട്ടയടിക്കുന്നതും അമ്പലത്തിലേക്ക് പോകുന്നതുമായ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫസ്റ്റ് തന്നെ ബാഗും ഫോണും എല്ലാം കൊണ്ട് റൂമിൽ കൊണ്ടുവച്ചു. പിന്നെ എങ്ങനെ വീഡിയോ എടുക്കാനാ? പിന്നെ എല്ലാം കഴിഞ്ഞ് രാത്രിയിലാണ് ഞാനും നന്ദുവും ശ്രേയയും കൂടി പുറത്തിറങ്ങിയത്. അമ്മു അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എവിടെ നോക്കിയാലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇരിക്കുന്ന ചേട്ടനുണ്ടല്ലോ, എന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ട്. അത് കേട്ട് കുറേ പേർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതവർക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാകാത്ത കാരണം പിന്നെ ഞാൻ ആ ഭാഗത്തേക്കേ പോയില്ല. ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അമ്പലം കാണാനായിട്ട്. ഇനി ഒരു പ്രാവശ്യം കൂടിയും പോകണം പറ്റിയാൽ. ശ്രേയയോട് ഞാൻ ഗോവിന്ദ ഗോവിന്ദ എന്ന് പറയാൻ പറഞ്ഞപ്പോൾ ശ്രേയ പറയാ സ്വാമിയെ അയ്യപ്പാന്ന്. കുട്ടിക്ക് അയ്യപ്പ സ്വാമിയെ വിട്ടിട്ടുള്ള ഒരു കളിയേ ഇല്ല. ഇവിടെ എവിടെ നോക്കിയാലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നല്ല വൃത്തിയുമുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. 10-10:30 ഈ അമ്പലത്തിലേക്കുള്ളൊരു തിരക്ക് കണ്ടു. ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ പോയ ദിവസം. എന്തോ ഒരു പ്രത്യേക ദിവസം തന്നെയായിരുന്നു അന്ന്. പിന്നെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ എല്ലാവരും കൂടി പർച്ചേസിന് ഇറങ്ങിയത്. ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല കേട്ടോ, എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര റേറ്റ് തന്നെയായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക്. ശ്രേയയുടെയും അമ്മുവിൻ്റെയും വിചാരം ഇത് വീടാണെന്നാ. അതേപോലെയായിരുന്നു കുട്ടികളുടെ കളി. അങ്ങനെ 2 മണിയോടുകൂടി ഞങ്ങൾ തൃശ്ശൂർ എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ തിരുപ്പതി യാത്ര. ബായ്.